വചനം കേൾക്കാം ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ വചനം കേൾക്കാം ഒരു മനമായി ബലിയർപ്പിച്ചിടാം. കാൽവരി മലയിലെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരി നാളന്നു തിളങ്ങി. ഫാദർ അരുൺകുമാർ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, സ്നേഹമുള്ള നാട്ടുകാരെ, കത്തോലിക്ക തിരുസഭ യേശുക്രിസ്തുവിന്റെ തിരുഹൃദയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ പെരുന്നാളും ആഘോഷിക്കുകയാണ്. വിശുദ്ധ അന്തോണീസ് യേശുക്രിസ്തുവിനെ വചനമായി, കുർബാനയായി, സ്നേഹമായി തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട വ്യക്തിയാണ്. യേശുവിൻ്റെ ഹൃദയവുമായി ബന്ധപ്പെടുവാനും യേശുവിൻ്റെ ഹൃദയവുമായി അനുഭവപ്പെടുവാനും ഈ വിശുദ്ധന് സാധിച്ചു. അതുകൊണ്ട് യേശു നിറഞ്ഞ ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് സുവിശേഷ പ്രഘോഷണം നടത്തിയതും അനേകം പേരെ വിശ്വാസ ജീവിതത്തിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് അനയിച്ചത്. സ്വർഗീയ മധ്യസ്ഥമായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ഉൾപ്പെടുത്തിയെടുത്ത തിരുഹൃദയ ഭക്തി നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയ ഭക്തി ഉള്ളിൽ നിലനിൽക്കേണ്ടതല്ല, അത് ഭക്തിയായി, അത് സ്നേഹമായി, നന്മയായി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുക. തിരുഹൃദയ ഭക്തി ജീവിതത്തിൽ മാത്രം സൂക്ഷിക്കാതെ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലകളിലും പകർന്നുകൊള്ളുന്നതിലേക്ക് വേണ്ടി വിശുദ്ധ അന്തോണീസിന് സാധിച്ചു. ഈ അവസരത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ മഹനീയമായ മാതൃക നമുക്കേവർക്കും ശക്തി നൽകട്ടെ. തിരുഹൃദയ ഭക്തിയിൽ ജീവിക്കുവാനും അവരുടെ കൃപ ലഭ്യമാകുന്നതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് പുതിയ ഒരു അസിസ്റ്റന്റ് വികാരി കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഫാദർ അരുൺകുമാർ എന്നാണ്. ഉച്ചക്കടയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. വൈദികനായിട്ട് 1 മാസം പൂർത്തിയായതേയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ അപ്പനും അമ്മയും 2 സഹോദരന്മാരുമുണ്ട്. മൂത്ത ഒരു സഹോദരൻ, രണ്ടാമത് ഫാദർ അരുൺകുമാർ, മൂന്നാമത് മറ്റ് ഒരു സഹോദരൻ. നമ്മുടെ ഇടവകയിലേക്ക് ഈ ചരിത്രപരമായ ഈ തലത്തിൽ നമ്മെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഫാദർ അരുൺകുമാറിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നമ്മുടെ ഇടവകയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എന്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവൻ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു.
സ്നേഹത്തിന്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എന്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. കർത്താവിന്റെ വചനം. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഇതാ ദൈവമാണ് എന്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എന്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിനെ സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയെല്ലാം അതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, വിജാതിയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരിക്കുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധർ ഏറ്റവും നിസ്സാരമായി എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശ അനുസൃതമാണ്. അവളുടെ വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകൾ എത്രേ നിങ്ങളുടെ മഹത്വം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടെ ഒന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരുമാകാൻ ഇടയാകട്ടെ. കർത്താവിന്റെ വചനം. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു.
സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അന്ന് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവെന്ന് കാണായാൽ അവന്റെ കാലുകൾ തകർത്തില്ല. പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്ത കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സദസ്യ മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും ആദ്യം തന്നെ നേരുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മാധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശാന്തോത്സവത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹൃദയത്തെ സ്നേഹിച്ച വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. അതുകൊണ്ട് തന്നെ തിരുഹൃദയത്തെക്കുറിച്ചും വിശുദ്ധ അന്തോണീസിനെ കുറിച്ചും ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യം തന്നെയാണ്. ഒരിക്കൽ കുറെ പിശാചുക്കൾ ചേർന്ന് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. മീറ്റിംഗിന്റെ ഉദ്ദേശം ഇതായിരുന്നു: എങ്ങനെ ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്താം. ഇതായിരുന്നു അവരുടെ ചിന്ത. പല വ്യക്തികളും പല അഭിപ്രായങ്ങൾ കൊണ്ടുവന്നു. ഒത്തിരി ചിന്തകൾ ആ പിശാചുകൾ മുന്നോട്ട് വെച്ചു. ഒന്നും അംഗീകരിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു കുഞ്ഞു പിശാച് എഴുന്നേറ്റെന്ന് പറഞ്ഞു, എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞു പിശാച് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇത് കേട്ട് മറ്റു പിശാചുക്കൾ ഓടി എഴുന്നേറ്റ് ഈ കുഞ്ഞു പിശാചിനെ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? എന്നിട്ട് കുഞ്ഞു പിശാച് ഇവരോട് ഒന്നും അടിക്കുന്നത് നിർത്താമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുഴുവനും പറഞ്ഞില്ല, എന്നെ ഒന്ന് കേൾക്കുമെന്ന്. എന്നിട്ട് ആ കുഞ്ഞു പിശാച് ഇങ്ങനെ തുടർന്നു, അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ, പക്ഷേ അത് ചെയ്യുന്നത് നാളെ എന്ന് ആക്കാൻ കൂടെ അവരെ പഠിപ്പിക്കാം. അതായത് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ചിന്തിക്കണം, ഞാൻ അത് നാളെ പ്രാർത്ഥിച്ചാൽ മതി, അതിന് അടുത്ത ദിവസം പ്രാർത്ഥിച്ചാൽ മതി എന്ന് ആക്കിയാൽ മതി എന്ന്. ഇതാണ് ആ പിശാചുക്കളുടെ കൂട്ടായ്മ അംഗീകരിച്ച ഐഡിയ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുനാഥൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എന്നെ ഒത്തിരി അനുഗ്രഹം കൊണ്ട് നിറച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാത്ത നിമിഷമാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കാതെ, പ്രാർത്ഥിക്കാതെ നാളെയെന്ന് മാറ്റിവെച്ചിട്ടുള്ള അവസ്ഥകൾ ഒത്തിരിയുണ്ട്. പലപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടില്ല. നമ്മളൊന്ന് ഓർക്കണം, ക്രിസ്തുവിന്റെ ഹൃദയമിടിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിന്റെ ഹൃദയമിടിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, അങ്ങിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം വിശ്രമം കണ്ടെത്തുകയില്ല. ഇതാണ് വിശുദ്ധ അഗസ്ത്യന്റെ വാക്കുകൾ. വിശുദ്ധ അഗസ്ത്യൻ പറയുന്നത് പോലെ എന്റെ ഹൃദയം അവിടുത്തെ ഹൃദയത്തിൽ വിശ്രമിക്കുന്നത് വരെ ഒരിക്കലും ഞാൻ വിശ്രമം കണ്ടെത്താതെ ഇരിക്കുവാൻ പരിശ്രമിക്കണം. അപ്പോഴാണ് യേശുവിന്റെ തിരുഹൃദയ തിരുനാൾ അന്വർത്ഥമാകുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യം പറയുക, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും, പുതിയ ചൈതന്യം ഞാൻ നിഷേധിക്കും,
പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും കർത്താവ് നൽകും. എസേക്കിയേൽ പ്രവാചകൻ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ശിലാ ഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകുമെന്ന്. എനിക്കുള്ള കത്തി കൂടിയ കാഠിന്യമുള്ള ഹൃദയം എടുത്തു മാറ്റി ഒരു മാംസലമായ ഹൃദയം നൽകും. അപ്പോ ക്രിസ്തു എനിക്ക് വേണ്ടി തന്റെ ഹൃദയം എടുപ്പ് നൽകിയതുപോലെ എനിക്കും ക്രിസ്തു വേണ്ടിയിട്ട് ഹൃദയം എടുക്കുവാൻ സാധിക്കും. മാംസലമായ ഹൃദയമുണ്ട്. കാരണം ക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും നോക്കി പറയുന്നത് എങ്ങനെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നതായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവാൻ, എന്റെ ഹൃദയത്തിൽ നിങ്ങൾ ആശ്രയം കൊള്ളുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ക്രിസ്തുമതത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ഹൃദയത്തിലാണ്. ഈ ആത്മാവിനെ കണ്ടുപിടിക്കുവാൻ, ഈ ആത്മാവിന്റെ കൂടെ ആയിരിക്കുവാൻ, ഈ ഹൃദയമെടുത്ത് മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. തിരുഹൃദയത്തിലേക്ക് നമ്മൾ രക്ഷ നേടി പോകണം. അപ്പോഴാണ് ഞാൻ ഹൃദയത്തിന്റെ ഉടുപ്പ് മനസ്സിലാക്കുക. റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം പറയുക, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യം പറയുക, ഉറപ്പുള്ള സത്യഹൃദയത്തോടുകൂടി നമുക്ക് അവിടത്തേക്ക് അടുത്തേക്ക് ചെല്ലാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉറപ്പുള്ള സത്യമുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലാം. 1856 തിരുഹൃദയത്തിൽ ആഘോഷം തുടങ്ങി വയ്ക്കുക. വിശുദ്ധ മാർഗ്ഗം മേരിക്ക് തിരുഹൃദയം രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മനുഷ്യരെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നീ അവരെ പഠിപ്പിക്കണം. എത്രമാത്രം ഞാൻ അവരെ സ്നേഹിച്ചു, എന്റെ ജീവിതം നൽകി, എന്റെ ഹൃദയം നൽകി, ഞാൻ സഹിച്ച് കുരിശ് വഹിച്ച് എന്റെ മക്കളെ എത്ര ഞാൻ സ്നേഹിച്ചു എന്ന് എന്റെ മക്കളെ പഠിപ്പിക്കുവാൻ കർത്താവ് ആ വിശുദ്ധിയോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പടയാളി തന്റെ വിലാപ്പുറത്ത് കുത്തി അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടു. അവിടുന്ന് ഒഴുകിയ രക്തവും വെള്ളവും നമ്മുടെ ഇടയിലേക്കാണ് ഒഴുകിയെത്തിയത്. അവിടുന്ന് ആ വെള്ളം കൊണ്ട് മാമോദിസ നൽകി, അവിടുത്തെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധ കുർബാനയായി നമുക്ക് ആത്മീയ ഭോജനം നൽകി. അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. യേശുപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 5-ാം വാക്യം പറയുക, അവൾ നിന്നെ മറന്നാലും ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം. അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം പലപ്പോഴും ഏറ്റവും കൂടുതൽ ഉയർത്തി പറയുന്ന, ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ പറയുന്ന സ്നേഹബന്ധമാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. പക്ഷേ കർത്താവ് പറയുന്നതാണ്, അതിനേക്കാൾ ഉപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുമെന്ന്. അമ്മ മറന്നാലും നിന്നെ ഒരിക്കലും മറക്കുകയില്ലെന്നാണ് പറയുക. 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യം പറയുക, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. എന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ പൂജിക്കുവാൻ, ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ജീവിതത്തിൽ മനോഹരമായ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരിക്കൽ പ്രാചീൻ ചക്രവർത്തി വിശുദ്ധ ഇഗ്നേഷ്യസിനോട് പറഞ്ഞു, ഇന്ന് മേലാൽ ഒരിക്കലും ഈശോ എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഈശോ എന്ന വാക്ക് നീ ഉപയോഗിക്കരുതെന്ന് വിശുദ്ധ ഇഗ്നേഷ്യസിനോട് പ്രാചീൻ ചക്രവർത്തി പറഞ്ഞു. വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞത് എങ്ങനെയാണ്? എന്ത് വന്നാലും എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഈശോ എന്ന വാക്ക് ഉപയോഗിക്കും. പ്രാചീൻ ചക്രവർത്തി തിരിച്ചു പറഞ്ഞു, നിന്റെ നാവ് ഞാൻ വെട്ടും. അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ ഈശോ എന്ന വാക്ക് ഉപയോഗിക്കും? പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ നാവ് വെട്ടി. അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ നാവ് വെട്ടിയാലും എന്റെ ചങ്കിൽ, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈശോ എന്ന്. അവസാനം തന്റെ ആത്മകഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തന്റെ ചങ്ക് പിളർന്നു നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈശോ എന്ന്. തന്റെ ചങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈശോ എന്ന്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിക്കാം, എന്റെ ഹൃദയത്തിൽ ഈശോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഏറെ പ്രത്യേകമായി ഇന്ന് വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ജനപ്രിയനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. ഏറെ പ്രത്യേകമായി വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം വഹിക്കുക, കാണാതെ പോകുന്ന വസ്തുക്കളെ കണ്ടുകിട്ടുന്ന മധ്യസ്ഥന വിശുദ്ധനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട വസ്തുക്കളാണ് അദ്ദേഹത്തിനോട് നമ്മൾ സമർത്ഥം അല്ലെങ്കിൽ മാധ്യസ്ഥം വഹിക്കുക. അതായത് ഭൗതിക കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ
വിശുദ്ധനോട് മാധ്യസ്ഥം വഹിക്കുക. പക്ഷേ ഞാൻ ആഗ്രഹിക്കുക അദ്ദേഹത്തിനോട് മാധ്യസ്ഥം വഹിക്കേണ്ടത് ആത്മീയ കാര്യങ്ങളാണ്. എന്നിൽ നിന്ന് കാണാതെ പോയത് എൻ്റെ സ്നേഹമാകാം, എൻ്റെ കുടുംബ ജീവിതമാകാം, എൻ്റെ ഹൃദയമാകാം, എൻ്റെ ബന്ധങ്ങളാകാം, എൻ്റെ വിശ്വാസമാകാം. ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധനോട് മാധ്യസ്ഥം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതാണ് വിശുദ്ധ അന്തോനീസ് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, യേശുവിനെ നെഞ്ചിൽ ചാരിക്കിടന്നുകൊണ്ട് യേശുവിന്റെ ഹൃദയമെടുപ്പ് മനസ്സിലാക്കിയ യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് എഴുതി. സുവിശേഷം എഴുതിയ സ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായി സുവിശേഷം എഴുതുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വീണ്ടും പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ എങ്ങനെ കൊല്ലണമെന്നും എങ്ങനെ പീഡിപ്പിക്കണമെന്ന് ചിന്തിച്ച് മനുഷ്യൻ അവസാനം പറഞ്ഞത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്ന് വേർപെടുത്തുമെന്ന് പറഞ്ഞു. വീണ്ടും ക്രിസ്തു കുരിശിൽ തറച്ച സമയത്ത് പടയാളികൾ ക്രിസ്തുവിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ഹൃദയമെടുപ്പ് ക്രിസ്തുവിന് വേണ്ടി കൊടുക്കാം. ഒരു ചോദ്യം ഇങ്ങനെ നമുക്ക് അവസാനം പറഞ്ഞു വയ്ക്കാൻ: എൻ്റെ പക്കൽ ഈശോയുടെ ഹൃദയമുണ്ട്? എൻ്റെ പക്കൽ ഈശോയുടെ ഹൃദയമുണ്ട്? ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ. ആകാശത്തിന്റെയും ഭൂമിയുടെ ദൃശ്യദൃശ്യങ്ങളാമെല്ലാറ്റിന്റെ സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുധനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷ്യം ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ദാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവ്വവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നു ഇറങ്ങിപ്പായി കന്യാമറിയത്തിൽ നിന്നു റൂഹായ ധന്യശരീരമെടുത്തു മരണ പോത്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളെ ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാണ് വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നും ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗ്ഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്ധമില്ലാത്തതാണ് പങ്കാഴ്ചയെന്നതും വിശ്വസിക്കുന്നേ.
നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൻ ഏറ്റുന്നുറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാതോലിക്ക അപ്പോസ്തോലിക്ക സഭയും പാപവിമോചനമേകുന്നോരേകം ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിഹത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നേ. ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രമിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മൾ പ്രയോജിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്കും നമ്മുടെ രൂപത അധ്യക്ഷനായ വിൻസെന്റ് സാമ്പടുമത്വാനും എല്ലാ വൈദ്യർക്കും അവിടെ സേവനത്തിന് പരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിന്റെ ഭരണ അധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിലുള്ള ഭയഭക്തിയിലും വിശ്വാസത്തിലും സ്നേഹത്താലും പരിപാലനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നാൽ ഇടവക മധ്യസ്ഥരുന്ന ആഘോഷിക്കുന്നു. നമ്മുടെ ഇടവകയിലെ എല്ലാ വിശ്വാസികളെയും കാത്ത് സന്തോഷിക്കുവാനും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനും തിരുഹൃദയ ഭക്തിയിലും തിരുഹൃദയ മാതൃകയിലും ജീവിക്കുന്ന കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിന്റെ ആധിക്യം കൂടാതെ അത് കുറഞ്ഞു വരുവാനും എല്ലാവർക്കും സൗഖ്യവും ആരോഗ്യവും ലഭ്യമാകുവാനും എല്ലാവരും സാഹോദര്യ ബോധത്തോടെ ജീവിക്കുവാനും ദൈവത്തിന്റെ മനസ്സും തിരുമനസ്സിനും കീഴ്വഴി ജീവിക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാമാരിയും വെള്ളപ്പൊക്കവും ഭൂകമ്പവുമൊക്കെ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരെയും ആപത്തിൽ നിന്ന് കർത്താവ് സംരക്ഷണയിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കുവാനും അവർക്ക് വേണ്ടുന്ന നല്ല മനസ്സും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങേക്കാരനെ യാചിക്കുന്ന ജനത്തോട് കൂടെ അങ്ങ് ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പിന്തുടർന്ന് വിശ്വസ്തതാപൂർവ്വം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധർമ്മം അങ്ങ് അവരെ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഹൃദയതാനത്തിൽ കാഴ്ചയേകാന വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാനത്തിൽ കാഴ്ചയേകാന വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഏഴയാം ആത്മവേദന സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സർവ്വവും കാഴ്ചയായി സ്വീകരിക്കണമേ നാഥാ, സർവ്വവും കാഴ്ചയായി. അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയിൽ ഞങ്ങളുടെ
പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിം വിന്തലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സൃഷ്ടിച്ച സർവതരാമരങ്ങളും സംഗമായി അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും പ്രപഞ്ചം വിജയിപ്പിക്കുകയും പകർന്നിരിക്കുകയും ചെയ്യുന്നു.
വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൻ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരം രക്തവുമായി തീരുമാനപ്പെട്ടേ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. അവിടുന്ന് ഒത്തുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്നും ഭക്ഷിക്കുകയും എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അറിയിക്കാതിരിക്കുന്നു എൻ ശരീരം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യും. രക്ഷകരമായ പീഡാസഭയും മഹിമയുമായി ഉയർത്തുന്ന സ്വർഗങ്ങളുടെ ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകനും പരിപാവനമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കം പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട
സഹായം കൈവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോടും നിങ്ങളുടെ വിവിധ സകല ജനങ്ങളുടെ ഈ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കാൻ കഴിയണമേ. ഈ കുടുംബത്തിന്റെ അപേക്ഷകളുടെ കേട്ടിരുന്നു. കാരണമായ പതിവ് പരിശുദ്ധ കടക്കുന്നു. നിങ്ങളെല്ലാം മക്കളെയും നിങ്ങളിലേക്ക് നിങ്ങളുടെ സഹോദരങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും രാജ്യത്തിലെ പ്രവേശിപ്പിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഭർത്താവായ ക്രിസ്തുവിൽ സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഭർത്താവായ ക്രിസ്തുവിൽ നിങ്ങൾ സകല നന്മകളും ലോകത്തിന് മേൽ വർഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ
ആശംസിക്കുന്നു. ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃദയജലമേ എന്നെ കഴുകണമേ. യേശുവിൻ പീഠകളേ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്ന് എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോൾ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പോകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നായി ഇന്നെ സകലം വാഴ്ത്തിടുവാൻ. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ
ഔഷധം ഉള്ളവരാകട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങൾ അവിടുത്തെ ദർശനത്തിന് വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തുവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നന്മേരുമമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ കണ്ണീരും നീയാകും ഉണ്ണീശു തന്റെ അമ്മയായ മേരി ലോകമാതാ മാതാവേ മാതാവേ മണ്ണിൻ ദീപം നീയല്ലോ നിത്യ സ്നേഹധാര
ജന്മനേരുമമ്മ പിന്നിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ മേരി ലോകമാതാ മേരി ലോകമാതാ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.